ജർമ്മൻ ടെക്നോളജി അല്ലയോ അല്ല നടക്കട്ടെ. പട്ടാഴി വടക്കേക്കര ജനങ്ങളോട് പത്തനാപുരം MLA കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. പത്തനാപുരം ഏനാത്ത് റോഡിലാണ് വാർത്ത 24 നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ജർമ്മൻ ടെക്നോളജി എന്ന ഓമനപ്പേരിൽ പത്തനാപുരത്തിൻ്റെ MLAയും നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പണിഞ്ഞ റോഡാണ്. പക്ഷേ ഇന്ന് 3 കൊല്ലം കഴിഞ്ഞിടയ്ക്കും ഈ റോഡിൽ കൂടി ഗതാഗതം സംവിധാനത്തിന് പൂർണ്ണമായും കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഇവിടുത്തെ ആളുകൾ വളരെയധികം ദുരിതത്തിലാണ്. കടുവത്തൂരിൽ നിന്നും ഇപ്പോൾ പത്തനാപുരത്തേക്ക് പോകുന്ന യാത്രക്കാർ മണിക്കൂറോളം ഇവിടെ റോഡിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന ഒരു ലോഡും കൊണ്ടുവന്ന അല്ലെങ്കിൽ പാറയും കൊണ്ടുവന്ന വാഹനം ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ പണി കാരണം ഒരു സൈഡിലേക്ക് പൊതിഞ്ഞ് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം നിലച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ റോഡിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടും ഗണേഷ് കുമാർ MLAക്ക് യാതൊരു വിധമായ കുലുക്കവുമില്ല എന്നുള്ളത് ഇരുത്തി ചിന്തിക്കേണ്ട അവസ്ഥയിലെ LDF തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലോക്കൽ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് പത്തനാപുരം ഏനാത്ത് റോഡ്. ഈ കോയിക്കമുക്കിലെ ആളുകൾ വളരെയധികം ദുരിതത്തിലാണ്. കറുവത്തോട് പള്ളിക്കപ്പുറമുള്ള ആളുകൾ ദുരിതത്തിലാണ്. അതുപോലെ വട്ടക്കാല ജംഗ്ഷനിലെ ആളുകൾ വളരെ ദുരിതത്തിലാണ്. മഴ പെയ്യുമ്പോൾ ഈ റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ ചൂടായ സമയത്ത് പൊടി കൊണ്ട് ഈ സൈഡിലെ ആളുകൾക്ക് വീട്ടിൽ അടച്ചിരിക്കേണ്ട അവസ്ഥയുണ്ട്. രോഗികളായ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടായി അനുഭവിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇത് ഏകദേശം 3 കൊല്ലത്തോളമായി റോഡിൻ്റെ പണി ആരംഭിച്ചിട്ട് പക്ഷേ ഇന്ന് വരെയും യാതൊരു വിധമായ പുരോഗതി ഉണ്ടായില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായ തോതിൽ ഈ റോഡ് പൊതുഗതാഗതത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് തുറന്നു കൊടുക്കുവാൻ MLAക്കോ ഈ കരാറെടുക്കുന്ന LSR കമ്പനിക്കോ സാധിച്ചില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നിരന്തരമായി വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടും അവരെ ഒന്നും ഗവനിക്കാതെ പോകുന്ന ഒരു MLA ആണ് അദ്ദേഹം. നിലവിൽ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. നിരന്തരമായ ഈ റോഡിൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പെയാണ് നമ്മുടെ ഏനാത്തു നിന്നും മെതൂകുമേൽ കടന്നു വരുന്ന ജംഗ്ഷനിൽ റേഷൻ ജംഗ്ഷനിൽ 2 ടിപ്പറുകൾ മറന്ന് അതിന് ഈ LSR കമ്പനിയുടെ കരാറെടുത്തിരിക്കുന്ന വണ്ടി തന്നെ മറിഞ്ഞ് നിരവധിയായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കോയിക്കമുക്കിൽ തന്നെ ഇപ്പോൾ 3ാമത്തെ വാഹനമാണ് ഈ കലങ്കമണി വാഹനം ഇവിടെ ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇത് കാരണം ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പത്തനാപുരത്തോ പട്ടാഴിയിലോ ഏനാത്തോ കറുവത്തോട്ടോ പോകാൻ പട്ടാഴി വടക്കേക്കരക്കാർ സാധിക്കുന്നില്ല എന്നതാണ് വളരെ ദയനീയമായ അവസ്ഥ. പട്ടാഴി വടക്കേക്കര ജനങ്ങളോട് പത്തനാപുരം MLA കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇവിടുത്തെ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് ഈ റോഡിൽ പോയിരുന്ന ആളുകളുടെ പ്രതികരണമുണ്ട്. ചേട്ടാ ഈ റോഡിന്റെ വിഷയമായി എന്താ പറയാനുള്ളത്? റോഡ് മൊത്തം നാശമായി കിടന്നിട്ട് വർഷങ്ങളായി. നടുവും വയ്യ. വണ്ടി കൊടുത്ത പൈസ മൊത്തം വർഷത്തിൽ കൊടുക്കാനേ ഉള്ളൂ. നടുവേനോട് കിടന്നുറങ്ങാൻ വയ്യ. പ്രതിഷേധം ഇതിപ്പം ഓട്ടോ വിളിച്ച് വേണ്ട എന്ത് റോഡ് മോശമായിട്ട് ജർമ്മൻ ടെക്നോളജി അല്ലയോ അല്ല നടക്കട്ടെ. അപ്പൊ ആളുകളെല്ലാം വളരെയധികം പ്രതിഷേധത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ മണിക്കൂറുകളായി ഇപ്പം പാറ കെട്ടിക്കൊണ്ടുവന്ന ടിപ്പർ ലോറി പുതഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് ഇതുവഴി പത്തനാപുരത്തേക്കോ കടുവത്തൂരിലേക്കോ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഓട്ടോ വിളിച്ച് ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ അധികാരികളുടെ ഭാഗത്തുനിന്നും പറ്റുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ കാഴ്ച. ചേട്ടാ ഈ നാട്ടുകാരല്ലേ, നിങ്ങൾക്ക് എന്തോ പറയാനുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? പറയാനുള്ള റോഡിന്റെ പണികളൊന്നും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയുള്ള. MLAയോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ട്? MLA പുതിയ ടെക്നോളജി കൊണ്ടുവന്നു. MLA കുറെ നാളുകളായിട്ട് ഇങ്ങനെ ഈ റോഡ് പണിയണമെന്നും പറഞ്ഞ് ഇങ്ങനെ പദ്ധതി ഇറക്കിയതാണ്. ഇതുവരെ ഒന്നും പണികൾ പൂർത്തീകരിച്ചില്ല. വാഹനങ്ങളിൽ 2 വീലർ പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാങ്കേതികമായിട്ടാണ്. റോഡിൽ വളരെ മോശമാണ്. മഴക്കാലങ്ങളിൽ ഇതിൽ വാഹനങ്ങൾ ഓടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പറ്റിയില്ല. കോളേജുകൾ സ്കൂളുകൾ വളരെ ബുദ്ധിമുട്ടിയാണ് പിള്ളേരൊക്കെ പോകുന്നത്. ഓട്ടോക്കാരൊന്നും വിളിച്ച് ഇങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ആളുകൾക്കിടയിൽ വളരെ പ്രതിഷേധം ഉയർന്നണക്കെ പോലും യാതൊരു നടപടിയും ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചാനലുകൾ കൂടിയും മറ്റ് പത്രമാധ്യമങ്ങൾ കൂടി നിരന്തരമായി വാർത്തകൾ കൊടുത്തിട്ട് പോലും അവരെ ഒന്ന് ഗവനിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു MLA ആണ് പത്തനാപുരത്ത് വന്നത്. വളരെ ഗതികേടാണ്. പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായ വൈസ് പ്രസിഡന്റ് പ്രതിദാനം ചെയ്യുന്ന വാർഡ് കൂടിയാണ് ഈ കോയിക്കൽ ജംഗ്ഷൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിരന്തരം ആളുകൾ പറഞ്ഞിട്ട് പോലും അദ്ദേഹവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് വളരെ ദയനീയമായ കാഴ്ചയാണ്. ഇപ്പം മണിക്കൂറുകളായി ഈ ഗതാഗതം സ്തംഭിച്ച ഒരു കാലാവസ്ഥയാണ്. ചേട്ടാ നാട്ടുകാരൻ എന്തോ പറയാനുള്ള ചേട്ടൻ? ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പുതിയ ടെക്നോളജി ഉണ്ടാക്കിയ ഒരു റോഡാണ്. ഇപ്പൊ ആളുകൾക്ക് ഇതുവഴി പോകാൻ പറ്റാത്ത സ്ഥിതിയായി. അതിപ്പോ പണി തുടങ്ങിയപ്പോഴേ ഉണ്ടായ പ്രശ്നമല്ലേ? അതാണ് ശക്തമായി പണി തുടങ്ങുമ്പോൾ ഒരു നല്ല സിഗ്നലുകൾ വെക്കാത്തതിൻ്റെ ഒരു പോരായ്മയും ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരവസ്ഥ. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി
പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ പത്തനാപുരം MLAയും ഒരു നടപടി ഇനിയെങ്കിലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ എങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭ സമരമായി നാട്ടുകാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തർക്കമില്ലെന്നാണ് വാർത്ത 24 കാണുന്നത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി സ്കൂൾ വാഹനങ്ങളോ സ്കൂൾ കുട്ടികൾക്കോ അതുപോലത്തെ നാട്ടുകാർക്കോ ഒന്നും ഈ റോഡിൽ കൂടെ പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ടായി. കാരണം ഈ റോഡ് കോയിക്കമുക്കിൽ പണി നടക്കുമ്പോൾ ലോഡുമായി വന്ന ഒരു ടിപ്പർ ഈ റോഡ് പണി കാരണം പൊതിഞ്ഞ ഒരവസ്ഥയാണ്. ഈ റോഡിൽ നിന്നും ഇത് ഉയർത്താൻ ആവശ്യമായ നടപടികൾ മണിക്കൂറുകളായി സ്വീകരിക്കുന്ന കാരണം ഇത് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പോലീസോ മറ്റ് ഒരു അധികാരികളോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കടന്നു വന്നില്ല എന്നത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. എന്തായാലും ഈ റോഡ് പണിയുടെ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പത്തനാപുരം MLAയും ഈ വാർഡിന്റെ മെമ്പർ കൂടിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രതിനിധികളും എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ കോയിക്കമുക്കിൽ നിന്ന് ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.